എന്തുപറ്റി? ബോറടിച്ചോ? നിധിയേട്ടൻ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എന്ത് ബോറടി. ഞാനൊന്ന് റിലാക്സ് ആവുന്നത് നിധിയേട്ടൻ കൂടെ ഉള്ളപ്പോഴാ. റൂം സർവീസിനായിരിക്കും. ഫുഡ് വേണോ ചോദിക്കാം. ഹലോ. ഹലോ, സാറിനെ കാണാൻ ഇവിടെ രണ്ടുപേര് വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? അതെ സാർ. ഇവിടെയോ? ആരാ അവര്? ഞാൻ അവർക്ക് ഫോൺ കൊടുക്കാം സാർ. ഹലോ, നമസ്കാരം സാർ. എൻ്റെ പേര് ജോസഫ്. എന്നെ സാറിന് പരിചയം ഉണ്ടാവില്ല. എന്താ കാര്യം? അത് പിന്നെ സാറിനോട് നേരിട്ട് പറയാനുള്ള കാര്യമാ. എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്. ഒരു 5 മിനിറ്റ് സമയം കിട്ടിയിരുന്നെങ്കിൽ അതിൽ കൂടുതൽ ഞങ്ങൾ സാറിനെ ബുദ്ധിമുട്ടിക്കില്ല. അയ്യോ, ഞാനൊരല്പം തിരക്കിലാണല്ലോ. നിങ്ങളൊരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ വിളിക്കാം. എന്നെ ഇവിടെ അന്വേഷിച്ചു വരാൻ ആരാ? ഞാനിവിടെയുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. നന്ദു, ഞാനൊന്നേ താഴോട്ട് പോയിട്ട് വരാം. എന്തു പറ്റി? ആരോ ഒരാൾ എന്നെ കാണാൻ വന്നിരിക്കുന്നു. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. അയാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യല്ലേ? താൻ വിഷമിക്കാതോ, അവൾക്കൊന്നും സംഭവിക്കില്ല. ദൈവമേ, നന്ദുവിന്റെ അച്ഛൻ ഇയാളെന്താ ഇവിടെ? ഇനിയിപ്പോ നന്ദു ഇങ്ങോട്ട് വന്നതറിഞ്ഞു വന്നായിരിക്കോ? എനിക്ക് ആകെ ഒരു പേടി പോലെ. ഇനി ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കാനൊന്നും വയ്യ. വാ, നമുക്ക് നേരെ മുറിയിലോട്ട് ചെല്ലാം. അത് വേണോ? താമ്പാ, എന്തായാലും നമുക്ക് നോക്കാം. എന്റെ മോളെ അപകടത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ. ആ ശരി, വാ. അങ്കിൾ, അങ്കിൾ എന്താ ഇവിടെ? ഞങ്ങൾക്ക് അകത്തേക്ക് വരാലോ അല്ലേ? വരണം സാർ. ഇരിക്ക്. അല്പം മുമ്പ് റിസപ്ഷനിൽ നിന്ന് വിളിച്ചത് ചന്ദ്രനങ്ങളായിരുന്നു. അതെ, ഞങ്ങളായിരുന്നു. ഓ, അങ്കിൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? അത് ജോസഫ് വിളിച്ചിട്ട് വന്നതാ ഞാൻ. ഓ, ജോസഫ് ഇവിടെ വെച്ച് നിതീഷിന് ആക്ച്വലി ഞാൻ നിതീഷിനെ കണ്ടിരുന്നു. ഓ, അതുകൊണ്ട് ചന്ദ്രൻ കൂടി വന്നപ്പോ ഒന്ന് സന്ദർശിച്ചിട്ട് മടങ്ങാന്ന് കരുതി, അത്രേ ഉള്ളൂ.
എന്തായാലും വാട്ട് എ ഗ്രേറ്റ് കോയിൻസിഡൻസ്. ഇന്നിവിടെ വെച്ച് ഞാൻ നന്ദിതയും കണ്ടിരുന്നു. അവളും കുറച്ച് ഫ്രണ്ട്സും കൂടെ താഴെ കോഫി ഷോപ്പിൽ വന്നത്. അടുത്ത റിലേറ്റീവായി പോയില്ലേ. ഞാൻ വിളിച്ചു വരുത്തി, എന്നിട്ടൊരു കോഫിയൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ടാ വിട്ടത്. ആ പിന്നെ ചോദിക്കാൻ വിട്ടുപോയി, കുടിക്കാൻ എന്താ? ടീ, കോഫി ഓർ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുക. മതി 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 മതി. ആ നീയും കൂടി ഇരിക്കെ, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാലോ. എനിക്ക് വേണ്ട അച്ഛമ്മേ. അതെന്താ, നീ നേരത്തെ കഴിച്ചായിരുന്നോ? ഇല്ല, ഇന്ന് ഞാൻ ഒരിക്കലെടുത്ത ദിവസമായിരുന്നേ. ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിച്ചായിരുന്നു. ഒരിക്കലെന്ന് വെച്ചാ ഒരു നേരം അരിയാഹാരമേ ഉള്ളൂ. അതിനുവേണ്ടി പട്ടിണി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ. മോള് തന്നെ ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ എന്തെങ്കിലും എടുത്ത് കഴിക്കേ. ദാമോദരാ. അയ്യോ വേണ്ട അച്ഛമ്മേ, എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ. ഞാനേ ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്നോളാം, എനിക്കത് മതി. അല്ല മോളെ, നിന്റെ മുഖത്ത് ഒരുപാട് ക്ഷീണമുണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ല അച്ഛമ്മേ, ഒന്നുമില്ല. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോ നല്ലോണം വെയിൽ കൊണ്ടായിരുന്നു, അതായിരിക്കും. എന്നാ പിന്നെ മോള് ചെന്ന് കിടന്നോ. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും എല്ലാ ക്ഷീണവും മാറും. ചെല്ല്. അച്ഛൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിച്ചില്ലല്ലോ. ഉറങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങോട്ട് വിളിക്കാം. ഹലോ മോളെ. അച്ഛൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ, മറന്നുപോയോ? മറന്നിട്ടല്ല മോളെ, അത് അച്ഛന് നല്ല സുഖം തോന്നിയില്ല, അതാ നാളെ വിളിക്കാന്ന് വിചാരിച്ചത്. എന്താച്ചാ അച്ഛനെന്താ അസുഖം? വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ചിലപ്പോ കാര്യമൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഉള്ളിലൊരു ആധി. വെറുതെ എന്തിനാ നിന്റെ മനസമാധാനം കൂടി കളയുന്നതെന്ന് ഓർത്തപ്പോ. അച്ഛന്റെ മനസ്സിൽ പ്രയാസം തട്ടിയാ എന്നോടല്ലാതെ പിന്നെ ആരുടെ അടുത്ത് അച്ഛൻ പറയേണ്ടത്? എന്തുണ്ടെങ്കിലും മറ്റാരും എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും അച്ഛനെങ്കിലും എന്റെ അടുത്ത് പറയൂന്നാ ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ. നേരാ, എനിക്ക് മനസ്സ് തുറക്കാൻ നീയല്ലേ ഉള്ളൂ. അച്ഛനൊന്ന് പറയൂ, എന്താ ഉണ്ടായത്? അത് പിന്നെ നേരത്തെ ജോസഫ് വിളിച്ച കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ആ, നമ്മുടെ നന്ദുവിനെ കുറിച്ചൊരു കാര്യം പറയാനാ അയാൾ അത്യാവശ്യമായിട്ട് വിളിച്ചത്. നന്ദുവിനെ കുറിച്ചോ? എന്ത് കാര്യം? അവള് ഗിരിധർ നമ്പ്യാരുടെ അനിയൻ നിതീഷിന്റെ മുറിയിലാണ് ഉള്ളത്. അതിനായി കൊത്താശ ചെയ്തു കൊടുത്തത് ഈ ഹോട്ടലിലെ ഒരു സ്റ്റാഫാ. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല സുമി. കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാ ജോസഫ് എന്നോട് പറഞ്ഞത്. അയാൾക്ക് എന്നോട് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. അച്ഛാ, ഞാൻ സൗകര്യം പോലെ നന്ദുവിനെ അടുത്ത് ചോദിക്കാം. അച്ഛൻ സമാധാനമായിട്ടിരിക്കും കേട്ടോ. വെറുതെ ഓരോന്നൊക്കെ ഓർത്തിട്ട് BP കൂട്ടണ്ട.
അല്ലെങ്കിലും അച്ഛൻ കിടന്ന പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ശരിയെന്നാ മോള് കിടന്നോ, ഞാൻ പിന്നെ വിളിക്കാം. ശരി അച്ഛൻ. ഈശ്വര, നന്ദുവിന്റെ മനസ്സ് അരുതാത്ത വഴിക്കൊന്നും നീങ്ങരുതേ. എത്ര നാള് നീ എന്നോടിങ്ങനെ പിണങ്ങിയിരിക്കും സുമി? നീ എന്നോടൊന്നും നന്നാവ്. ഞാനൊരു നല്ല വഴിക്ക് വരണമെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും മോട്ടിവേഷൻ വേണ്ടേ? എന്നെ നന്നാക്കാൻ വേണ്ടി നീ ഒരുപാട് പരിശ്രമിച്ചു എന്നറിയാം. എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തരികയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും നിന്റെ ഉപദേശം സ്വീകരിക്കാനോ നീ പറഞ്ഞ വഴിക്ക് വരാനോ എന്നെ കൊണ്ട് സാധിച്ചില്ല. നീ എന്നെ അത്രയേറെ ഉപദേശിച്ചിട്ടും നന്നാക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ അവിടുന്നൊക്കെ കൈവിട്ടു പോയി. അതെല്ലാം നീ മറന്നേക്ക്. നീ എന്നെ ഇങ്ങനെ കൈവിട്ട് കളയല്ലേ സുമി. ഞാൻ എത്രയൊക്കെ പുറകോട്ട് പോയാലും വീണ്ടും എന്നെ കൈപിടിച്ച് നേർവഴിക്ക് നടത്തേണ്ടത് നീയല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരു തെറ്റ് ചെയ്താൽ അത് തിരുത്തേണ്ടത് നമ്മളല്ലേ. അല്ലാതെ അയാളെ തലക്കുഴിഞ്ഞ് കളയാണോ വേണ്ടത്? അതിന്റെ പേരിൽ ഇങ്ങനെ ദിവസങ്ങളോളം മിണ്ടാതെ പിണങ്ങിയിരിക്കുകയാണോ വേണ്ടത്? നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ സുമി. മതി പിണങ്ങിയിരുന്നത്, എഴുന്നേക്ക്. സുമി, 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 അച്ഛമ്മേ, ഓടി വാ അച്ഛമ്മേ. സുമി, സുമി, സുമി. അതെ, എനിക്ക് തോന്നുന്നത് അവൾക്ക് വിശേഷം എന്തോ ഉണ്ടെന്നാ. ഇനിയിപ്പോ അതുവല്ലതും ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ പദ്ധതികളും തകരും. എടാ തക്കുടു, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഈ അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇതൊന്നും അല്ല. ആയിരിക്കുമോ? അതൊന്നുമല്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ആയിരിക്കും. അല്ല, സുമിമോൾക്ക് വിശേഷമുണ്ട് അല്ലേ ഡോക്ടർ? ഇതൊന്നുമല്ല. സമാധാനമായി. സുമിതയുടെ ബോഡി വല്ലാതെ വീക്കാ. ആഹാരം ഒട്ടും അകത്ത് ചെല്ലാത്തതിന്റെ പേരിൽ തളർന്നു വീണതാ സുമിത. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പോരാ, നന്നായി ആഹാരം കഴിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ അപകടമാവും. ഓ, സുമിതയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അവരെ കൊണ്ട് സമയത്ത് ആഹാരം കഴിപ്പിക്കാൻ നോക്കണം. പിന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ കഴിപ്പിക്കണം. ഓ,
സുമി ഇങ്ങനെ കിടക്കാൻ നീ ഒരൊറ്റൊരാളാ കാരണം. കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷേ സുമി പറയുന്ന എന്തെങ്കിലും നീ കേട്ടോ? തക്കുടു ഇനി മുതൽ പച്ചക്കറി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് സുമി നിർബന്ധം പറഞ്ഞല്ലേ? നിനക്ക് വേണ്ടി അടുക്കള കയറി അവൾ എന്തൊക്കെ ഉണ്ടാക്കി, അതിലെന്തെങ്കിലും ഒരെണ്ണം നീ തൊട്ടു നോക്കിയോ? പകരം ഇവൾ ഉണ്ടാക്കിയ ഇറച്ചിയും മീനും നീ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്തു. അതെല്ലാം ഓർത്ത് മനസ്സ് വിഷമിച്ച് അവൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അവള് നേരത്തിനും കാലത്തിനും ഒന്നും കഴിച്ചിട്ടുമില്ല. വല്ലതും കഴിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോ അത് കഴിച്ചു ഇത് കഴിച്ചു എന്ന് അവള് കള്ളം പറഞ്ഞു. ഇനി അങ്ങോട്ട് തക്കുടുവിന്റെ മനസ്സ് മാറുന്നത് വരെ അവൾ ഒന്നും കഴിക്കില്ലാന്ന് വ്രതം എടുത്തതാകാനാണ് സാധ്യത. ഡോക്ടർ പറഞ്ഞതുപോലെ ജലപാനം കഴിക്കാതെ ശരീരം തളർന്നു വീണെങ്കിൽ അതിന് കാരണക്കാരൻ നീ ഒരൊറ്റൊരാളാണ് തക്കുടു. നിന്റെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയാണ് ആ പാവ ഇത്രയും കഷ്ടപ്പെടുന്നത്. അവൾ പറയുന്നത് കേൾക്കാതെ നീ മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്നത് വാരി വരിച്ച് കഴിച്ചാ പിന്നെ അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? എത്രയും പെട്ടെന്ന് അവളുടെ വിഷമം നീ മാറ്റിക്കോ. അത് നിന്നെ കൊണ്ട് മാത്രമേ ശരിയാക്കാൻ പറ്റുള്ളൂ തക്കുടു. ഊണുകൊണ്ട് എറിയുന്ന എന്താ സുമി, എന്താ നീ കാണിച്ചത്? വാശി കാണിച്ച് പട്ടിണി കിടക്കാനുള്ള എന്ത് കാര്യം ഉണ്ടായത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ ഗിരിയെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. എന്റെ മുന്നിൽ മറ്റൊരു വഴിയൊന്നും ഇല്ലായിരുന്നു ഗിരി. ഞാൻ എത്ര പറഞ്ഞിട്ടും ഗിരി കേട്ടില്ലല്ലോ. എന്റെ വാക്കുകൾക്ക് ഒട്ടും വില നൽകിയില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് ഗിരി ഒരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എനിക്കൊരിക്കലും സമ്മതിച്ചു തരാൻ പറ്റുമായിരുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണ്ടേ ഗിരി? ഗിരി ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയുള്ള ഒരാള് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യണ്ടേ, ഭക്ഷണം നിയന്ത്രിക്കണ്ടേ? അറിഞ്ഞുകൊണ്ട് നമ്മളായിട്ട് ഇനിയൊരു അപകടം വരുത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണോ ഗിരി? എനിക്കറിയാം സുമി, തെറ്റെന്റെ ഭാഗത്ത് തന്നെയാ. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി നീ എനിക്ക് വേണ്ടി പട്ടിണി കിടന്ന അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്താ ഗുണമുള്ളേ? ഗിരിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വാശിക്ക് പട്ടിണി കിടന്നൊന്നുമല്ല. എനിക്ക് എന്റെ സങ്കടവും പരാതിയും പറയാനും ഗിരിയുടെ മനസ്സ് മാറ്റാൻ പറയാനും ഒക്കെ ഈശ്വരന്മാര് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഗിരി കേൾക്കാതായപ്പോ ഞാൻ മനസ്സൊരുക്കി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. ഗിരിയുടെ മനസ്സ് മാറി നല്ല ബുദ്ധി തോന്നാനായിട്ട് ഒരു വ്രതം എടുക്കാനായിട്ട് തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ഗിരിയുടെ മനസ്സ് മാറ്റുമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നീ പറയുന്നത് അനുസരിക്കണമെന്നും നിന്റെ കൂടെ നിൽക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് സുമി. പക്ഷേ എനിക്കെന്റെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലടോ. ജീവിതത്തിൽ ചിട്ടയും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കാൻ കൂടി പറ്റണ്ടേ? എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല സുമി.